വണ്ടിയുടെ അല്ലടാ ഞാനൊരു കാര്യം പറയട്ടെ നീ മുതുക്ക് വരെ അണ്ണൻ നമ്മള് റോങ് സൈഡ് അല്ല. സോറി അണ്ണാ, നമ്മള് ചിന്നക്കട ജംഗ്ഷൻ വിചാരിച്ചത്. കേരളമല്ല ലോസ് ആൻഡേഴ്സ്. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കണ്ണാപ്പി, എടാ നിനക്ക് നീ സാധാരണ നീ ഇവിടുന്ന് മുതുക്കിന്ന് അവിടെ അല്ല ഇവിടുന്ന് മുതുക്ക് വരെ പോകുന്നത് റോഡിന്റെ സൈഡിൽ കൂടെയും ഇത് വഴിയൊക്കെയാണോ? നേരെ അല്ലേ പോണേ? ആ നേരെ വരുന്നുണ്ട്. ഒന്നും വരാ എടാ ഗ്യാങ്ങോസ് ഇനി നിന്റെ അച്ഛൻ വന്ന് തിരിക്കണോ ഈ അങ്ങോട്ട്? വിടുവില്ലേ അണ്ണാ, ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അണ്ണാ. എത്രയൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അണ്ണാ, നമ്മള് നമ്മുടെ നാട്ടിലുള്ളവരായിട്ട് സ്കൂട്ടറിൽ ത്രിബിൾസ് അടിച്ചു അല്ലെ ഇങ്ങനെ രണ്ടുപേരൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഫീല് വേറെ ഇല്ല. നീ ഇന്ന് സിറ്റിയിലുണ്ടാവോ കണ്ണാപ്പി? അണ്ണാ ഞാൻ ഇപ്പൊ ഒന്ന് ഇറങ്ങണ. എന്ത് പറ്റി അണ്ണാ? അപ്പൊ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട പൊക്കോളൂ അണ്ണാ. എന്ത് പറ്റി? കാര്യം പറ. കാര്യം പറ. എന്ത് പറ്റി? ഇല്ല ഒരു കാര്യം പ്ലാൻ ചെയ്യാനായിരുന്നു. നീ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആളെ വെച്ച് പ്ലാൻ ചെയ്യാം. കാര്യം പറ. എന്താണ്? ഇല്ല കാര്യം പറഞ്ഞ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പിന്നെ ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ ജങ്കുക്കിന്റെ ഒക്കെ. ജങ്കുക്കിന് അണ്ണന്റെ പെരുത്ത് ഇഷ്ടായ ആണോ? ഞാനോർത്ത് പെട്ടെന്ന് ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത് ജങ്കൂക്കിന്റെ ഗിഫ്റ്റാ. ഞാൻ എപ്പോ വന്നാലും ഇവിടെ രാത്രിയാണല്ലോ, എനിക്കാണെങ്കിൽ ഒന്നും കാണാനും പറ്റത്തില്ല. ബെറ്റർ ഗ്രാഫിക്സ് എന്തോ വലിയ സർപ്രൈസ് ആണ് കേട്ടോ. എന്തോ പറഞ്ഞറിയാം, മുട്ട വെച്ചോണ്ട് തരും കേട്ടാ. ഒരു സംശയമില്ല, അതായിരിക്കും കൊണ്ടുവരാൻ പോണതാ. വണ്ടിയിലൊരു സാധനം, ബാക്കിലൊരു സാധനം, 2 മുട്ടയും. പക്ഷെ ഒന്ന് ആലോചിച്ചാണ് ആടുന്ന മുട്ടയാണ് വിഷയനെ. അല്ലണ്ട ഓടിക്കുന്നതനുസരിച്ച് ആടത്തില്ല. ടൈപ്പിന്റെ പാല ഞാൻ. ഓ അതുപോലെ അണ്ണ ഇങ്ങനെ ഓടുമ്പോ 2 മുട്ട. ഞാൻ വണ്ടിക്കകത്താണ് ഇരിക്കണ ഇപ്പോഴും. ഇതെങ്ങനെയാണ് ഏ സ്വിച്ച് വെക്കുമ്പോ മുട്ടയൊക്കെ വരുന്നത്? ഞാൻ എന്നാലും എങ്ങനെ വണ്ടിക്കകത്ത് പോണായത്? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ പ്രീമിയത്തിന്റെ കാശ് നടക്കണം. സാധനം കേട്ടാ ഹോളോഗ്രാഫിക്സ്. ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. പക്ഷെ അതിനൊരു FPS ഇല്ലാത്ത പോലെ ഒരു പ്രശ്നമുണ്ടല്ലേ? അത് കുറച്ച് ലാഗായിട്ട് പറക്കണ പോലെ തോന്നുന്നില്ലേ നിങ്ങക്ക്? പക്ഷെ വണ്ടി കൊള്ളാടാ, വണ്ടി കിടില്ല. ഗാങ് വാറായി. ഞാൻ എന്തിനാ റിസ്ക് എടുക്കണേ? പരന്ത് കൊള്ളാം കേട്ടോ. ഇതിന് കമന്റ് പറയണ എല്ലാവന്മാർക്കോട്ട് ഞാൻ മാറാം കേട്ടാ. ഹോളോഗ്രാഫിക് ഏതുണ്ടാ? ഓക്കെ. പക്ഷെ കൊള്ളാടാ, അല്ലേ? നൈസ് അല്ലേ? ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ ഈ വണ്ടി ഉണ്ടോ? വണ്ടിയുടെ സ്പീഡ് നോക്കട്ടെ. 268 300 അടിക്കാൻ തോന്നുന്നു. ആ 300 കയറി. ആ 300 വരെ മാക്സിമം. വിസിലിംഗ് കൊള്ളാം, നല്ല രസമുണ്ട്. ഹലോ ബ്രോ, അത് ജങ്കുക്ക് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഗിഫ്റ്റ് ആണ് ഈ വണ്ടി. പുള്ളി എന്തോ
ഹലോ, പുള്ളി അറിയാതെ തട്ടിയതായിരിക്കും അല്ലേ? ഹലോ ഹലോ എടാ ബ്രോ, അറിയാതെ തട്ടിയതാണോ? അയ്യോ തീർത്ത് കളി കിട്ടോ ഞാൻ. പറയടാ. ഓക്കെ പ്രശ്നമൊന്നുമില്ല. പറയൂ ബ്രോ, അറിയാതെ തട്ടിയതാണോ? അറിയണ്ട ഓക്കെ 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 ഓക്കെ. അവനെ കൊന്നു കളഞ്ഞു പാവം. അവര് തമ്മിലുള്ള ഏക പ്രശ്നം. അവൻ അറിയാണ്ട് തട്ടിയതല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇറങ്ങി ഈ പരുന്തിനെ കൊണ്ട് കൊത്തിച്ചേരെ ഞാൻ, ഒരു സംശയവും ഇല്ല. പരുന്ത് ദൈവമാണ്. ഇത് ഓഫാക്കാൻ പറ്റും. എടാ ഇത് ഓഫാക്കാൻ പറ്റൂടാ മന്ദാരം ഇത്? ഏ ബ്രോ, അതൊരു മുതലാണ്, മനസ്സിലായി? ഇനി സാധനം നമുക്ക് ഷോ ഇറക്കാൻ നേരം മാത്രം ഇതാ ഇങ്ങനെ പരുന്തിനെ കൊണ്ടുവരാം. അല്ലാത്തപ്പോ ഇത് അല്ലെങ്കിൽ ഫുൾ ടൈം ഉണ്ടെങ്കിൽ അതൊരു അലമ്പായി പോയേനെ. എന്റെ പമ്പിൽ നിന്ന് തന്നെ പൈസ പെട്രോൾ അടിക്കുന്നു, എന്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരുന്നു. അല്ല, ചന്ദ്രന്റെ അക്കൗണ്ടിൽ തിരിച്ചു കയറും. ഇത് ഇത് ഇവിടെ ഇതിനകത്തുനിന്ന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ. ഇനി സിറ്റി മൊത്തം കാരണം ഉണ്ടെങ്കിൽ ഓരോ സാധനങ്ങളായിരിക്കും കേട്ടാ ഗൈസ്. ഇനി സിറ്റി മൊത്തം കാരണം ഉണ്ടെങ്കിൽ ഇത് SRR ഒരു കുരങ്ങനെ നടക്കണം. പറയടാ, ഞാൻ ഇപ്പൊ വരാടാ. ടോട്ടൽ മണി ഏൺഡ് യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh, crore, 10 crore, 100 crore, 300 കോടി. യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh, crore, 10 crore, 79 കോടി മുടക്കിയിട്ടുണ്ട്. 300 കോടി തിരിച്ചു എത്തി. അപ്പോൾ 220 കോടി ലാഭം. ലാഭമല്ല, അതിൽ ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ മേടിച്ച? 1000 കോടിക്ക്, 1300 കോടിക്ക്. ഇനി 1000 കോടി ഉണ്ടാക്കണം, അപ്പോഴത്തേനും അടുത്ത ഓപ്ഷൻ വരും. സൂപ്പർ. മുതുക്കിലൊക്കെ പമ്പായിരുന്നെങ്കിൽ പിന്നെ EMS കൊന്നവനെന്നൊരു പേര് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. വിട്ട് കളയണം ഞാൻ. വിസിലിങ് അടിപൊളി കേട്ടാ. ജംഗൊക്കെ കുക്കഡ്. അതെ. പക്ഷെ ഇവൻ തന്നപ്പോ ഇതിന് ഗ്രാഫിക്സ് ഉണ്ട്, എല്ലാം ഒരഞ്ഞു പോയതാണോ ഇത്? ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കിയാലോ, ഗ്രാഫിക്സ് മാറ്റ്. ഇപ്പോഴാണല്ലേ ഇത് GT ആയത്. വരുവാ റിപ്പയർ വരുവാ. പേടിച്ചു പോകുന്നു. കൊള്ളാം കേട്ടാ. കൊള്ളാം കേട്ടാ. കൊള്ളാം. ജംഗൊക്കെ എന്ത് പോയോ? അവനിങ്ങനെ പ്രശംസ ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. ഫുഡ് കഴിക്കാതെ ചത്ത്. എന്ത് ഇവർക്കൊക്കെ ഞാൻ സേവ് ആക്കട്ടെ, വണ്ടി മാറി ഒന്ന് സേവ് ആക്കിട്ട് വരാം. സേവ് ആക്കട്ടെ അണ്ണന്റെ പേ. എന്നാ പിന്നെ വേറെ ഡിസ്ട്രിബ്യൂട്ട് പറഞ്ഞായിരുന്നു പോന്നതിന് മുമ്പേ. എന്താടാ മാസം 1000 രൂപ അടക്കണേന്ന്. മാസം 1000 രൂപ? ഓ പിന്നെ വണ്ടി ഇവിടെ കേറ്റിയാനോ? ഓ ഇത് എന്റെ സെർവറാ, എന്റെ മനസ്സിലായ
ഇതൊക്കെ നാളെ വെട്ടി വരികയാണ്. എടാ ഞാനിന്ന് കാണും കേട്ടോ. എന്ത് പറയാൻ വന്നേ? ഇതൊക്കെ അടുത്ത സിനിമാറ്റിക്സിൽ ആരുടെയൊക്കെ സിനിമാറ്റിക്സ് വരാൻ പോണ സാധനമാണ് കേട്ടാ. ഫ്രീ ഫയർ ഈഗിളൊന്നോ ഇതാണെന്ന് തോന്നുന്നു വണ്ടിയുടെ പേരിട്ടേക്കണവൻ. ആ അത് തന്നെ ഫ്രീ ഫയർ. ഫ്രീ ഫയർ അങ്ങനെ എന്താ ഇട്ടേക്കണ പേര്? അത് കളിക്കും. ഒഴിവുള്ള സമയങ്ങൾ ഏതായിരുന്നില്ല എന്റെ പരിപാടി. ഈഗിൾ വിങ്സ് കൊള്ളാം. ഗോ ഇൻസൈഡ്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? അള്ളേ എന്റെ എല്ലാ വണ്ടിയും ഗറാജിൽ ഞാൻ ഇത്രയും നാൾ ഇവിടെ കളിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടാ. മാമ കൊണ്ടുവന്നുണ്ട്. ഇല്ലടാ ഞാൻ ഗറാജിനകത്തോട്ട് വന്നതാ. എന്റെ എല്ലാ വണ്ടികളും ഒരുമിച്ചത് കാണാൻ പറ്റിയത് ഇതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അള്ളേ ദേ നമുക്ക് ഇലക്ട്രിക് വണ്ടി ഇല്ലെന്ന് ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നത്. നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നതാ. സ്വന്തം വണ്ടി ഹോട്ട്വെയർ ഒക്കെ ചെയ്യണോ? ഓ ഇതിനകത്ത് ഓടിക്കണമെങ്കിലല്ലേ? ഓ ഇതിനകത്തിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. മസ്ത് എവിടെ? ആ അത് ശരിയാ, മസ്ത് എവിടെ?